തലസ്ഥാനത്ത് അഴിഞ്ഞാടി CPM ഗുണ്ടകൾ. മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ പ്രതിഷേധിച്ച ABVP പ്രവർത്തകർക്ക് മർദ്ദനം. ഇന്നലെ രാത്രി ഉണ്ടായ അക്രമത്തിൽ ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദിന് ഗുരുതരമായി പരിക്കേറ്റു. ഇന്നലെ രാത്രി നടന്ന അക്രമത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടന്ന അക്രമങ്ങൾ കാണാം. ഈശ്വരപ്രസാദിനെ തള്ളിയിടുന്നതും പിന്നീട് ഗുരുതരമായി ചവിട്ടിയും അടിച്ചുമൊക്കെ പരിക്കേൽപ്പിക്കുന്നതും. മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ പ്രതിഷേധിക്കാൻ എത്തിയതായിരുന്നു ABVP പ്രവർത്തകർ. അവരെയാണ് പോലീസ് നോക്കി നിൽക്കെ ഇത്തരത്തിൽ ആക്രമിച്ചത്. ആ ദൃശ്യങ്ങൾ ഇന്നലെ നടന്ന സംഭവം വളരെ വിശദമായി തന്നെ വ്യക്തമാക്കുന്നതുമാണ്. വ്യാപകമായി മന്ത്രി ശിവൻകുട്ടിക്കെതിരെ പ്രതിഷേധമുണ്ടാവുകയും അവിടെയൊക്കെ പോലീസ് സാന്നിധ്യം അതുകൊണ്ട് തന്നെ ഉണ്ടാവേണ്ടതുമായിരുന്നു. ഇവിടെയും പോലീസ് സാന്നിധ്യമുണ്ട്. പക്ഷേ അവർ നോക്കി നിൽക്കുകയാണ് ഈ ആക്രമണം നടന്നത്. അഖിൽ പാലോട്ടുമടം വിവരങ്ങളുമായി ചേരുകയാണ്. അഖിൽ, ഇന്നലെ ഈ സംഭവ സ്ഥലത്ത് അഖിൽ എത്തി വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ തന്നെ വ്യക്തമായിരുന്നു ഈശ്വരപ്രസാദിന് സംഭവിച്ചത് എന്താണ് എന്ന്. ഈ ദൃശ്യങ്ങൾ പൂർണ്ണമായും അതിൽ വ്യക്തത വരുത്തുകയും ചെയ്തിരുന്നു. എന്ത് പ്രതിഷേധമാണ് തുടർന്നു വരുന്നത്? ശക്തമായ പ്രതിഷേധം തന്നെയാണ്. വീണ ഭാരതാംബയെ അവഹേളിച്ച് ഭാരതമാതാവിനെ അപമാനിക്കാൻ ശ്രമിച്ച പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെയും ദേശീയ പ്രസ്ഥാനങ്ങളുടെയും ഭാഗത്ത് നിന്ന് ഉയരുന്നത്. ഇന്നലെ ABVPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഈ ശിവൻകുട്ടിക്കെതിരെ ഒരു പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. അത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ തന്നെ മൃഗീയമായ രീതിയിലാണ് ഈ ABVP പ്രവർത്തകരെ SFIയുടെയും DYFIയുടെയും നേതൃത്വത്തിലുള്ളവർ തന്നെ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ, പോലീസിന്റെ സാന്നിധ്യത്തിൽ ആക്രമിക്കുന്നത്. പക്ഷെ എന്നാൽ ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകരെ കണ്ട ശിവൻകുട്ടി ആകട്ടെ മന്ത്രിക്ക് സുരക്ഷയൊരുക്കാൻ, മന്ത്രിക്ക് സംരക്ഷണം ഒരുക്കാൻ പോലീസ് സംവിധാനമുണ്ട്, അത് മറ്റാരും ഏറ്റെടുക്കണ്ട എന്നൊരു പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വേണമെങ്കിൽ നമുക്കത് SFIയും DYFIയൊക്കെ മന്ത്രി തള്ളിക്കളയുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെ ഓൺ ചെയ്യാൻ നമുക്ക് സാധിക്കാത്തതിന്റെ കാരണം മന്ത്രിക്ക് തന്നെ എന്തിനാണ് ഈ സമരം നടക്കുന്നതെന്ന് അറിയില്ല എന്നൊരു പരിഹാസ രൂപേണയുള്ള കാര്യമാണ് മന്ത്രിയും പറയുന്നത്. എന്തായാലും മന്ത്രിക്കെതിരെ വലിയ സമരവുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ ABVPയും യുവമോർച്ചയും BJPയും ഒക്കെ തീരുമാനമെടുത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലുമൊക്കെ എന്തായാലും വലിയ സമരങ്ങൾക്ക് നേതൃത്വമാകും. അത് മന്ത്രിയും ഓൺ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളും അത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതിനോടൊപ്പം നമുക്കൊരു കാര്യം ചേർത്ത് പറയാനുള്ളത്, നിലവിൽ ഈശ്വരപ്രസാദ് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുതരമായ പരിക്കുകൾ ഈശ്വരപ്രസാദിന് ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. വാരിയലിന് തകരാറുണ്ട്, അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിലേക്ക് അത് മാറുന്നു എന്നതാണ് നമ്മൾ ഡോക്ടറുമായി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ ഈശ്വരപ്രസാദിന്റെ കഴുത്തിന് പരിക്കേറ്റിട്ടുണ്ട്, തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്, വയറിന് പരിക്കേറ്റിട്ടുണ്ട്. കാര്യമായ പരിക്കുകളോടെ ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈശ്വരപ്രസാദ്. ഓക്കെ, ശരി അഖിൽ.